ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 3 ആയ സീഡ്സ് ആൻഡ് ഡീഡ്സിൽ വരുന്ന ദ ലൈറ്റ് ഓൺ ദ ഹിൽസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും കുറച്ച് ആക്ടിവിറ്റീസും ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ പെയിൻറ്റഡ് എ പിക്ചർ? വാട്ട് ആർ ദ തിങ്സ് യു വിൽ ഡു ടു മേക്ക് യുവർ പെയിൻറ്റിങ് ബ്യൂട്ടിഫുൾ? എന്താണ് നിങ്ങൾ ചിത്രം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ പിക്ചർ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യാറുള്ളത്? ആൻസർ നമുക്ക് എന്തെഴുതാം? യെസ്, ഐ ഹാവ് പെയിൻറ്റഡ് പിക്ചേഴ്സ്. അതെ, ഞാൻ പിക്ചേഴ്സ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐ യൂസ് വാട്ടർ കളർ പെയിൻറ്റിങ്സ് ബൈ മിക്സിംഗ് ദ അവൈലബിൾ കളേഴ്സ്. വി ക്യാൻ പ്രിപ്പയർ മെനി കളേഴ്സ്. എന്താണ് വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യാറ്. അതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് പുതിയ കളേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് പിക്ചേഴ്സിന് ഭംഗി വരുത്താറുള്ളത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ അക്കോർഡിംഗ് ടു ദ ഗേൾ ക്യാൻ ദ ബോയ് മേക്ക് പീപ്പിൾ ഫീൽ ഹാപ്പി വൈൽ ലുക്കിംഗ് അറ്റ് ഹിസ് പിക്ചർ? നമ്മൾ വരച്ച ചിത്രം കാണുമ്പോൾ ആളുകൾ ഹാപ്പി ആവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ആ ഗേള് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി ഗേൾ, ദി ബോയ് ക്യാൻ മേക്ക് ദ പീപ്പിൾ ഹാപ്പി ബൈ ഡ്രോയിങ് പിക്ചർ വിച്ച് ലുക്സ് സെയിം ആസ് ഹി സീസ് ഇറ്റ് ഇൻ ദ നേച്ചർ. എന്താണ് ഗേൾ പറയുന്നത്? പിക്ചർ വരയ്ക്കുമ്പോൾ ആളുകൾ ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നമ്മളെ നേച്ചറിൽ കാണുന്ന അതുപോലെ തന്നെ വരയ്ക്കണമെന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. വാട്ട് മേക്സ് ദ ലിറ്റിൽ ഗേൾ സേ സോ? ഇത് ഒരു മനോഹരമായ ലോകമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? ആ ലിറ്റിൽ ഗേൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദ സൈറ്റ്സ് ഓഫ് ദി ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്, ഷാഡോസ് ഓഫ് ദ ട്രീസ് ആൻഡ് ദ ഫീൽഡ്സ്, ഗ്ലിമ്മേഴ്സ് ഓഫ് സൺലൈറ്റ്, റസ്റ്റ്ലിംഗ് ലീവ്സ് ആൻഡ് ദി സൗണ്ട് ഓഫ് റിപ്ലിംഗ് സ്ട്രീം മേക്സ് ദ ഗേൾ സേ സോ. എന്താണിത്? ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതേ സെൻറ്റൻസ് ആണ് അല്ലേ? എന്തൊക്കെയാണ്? ഹിൽസിന് മുകളിൽ കണ്ടിട്ടുള്ള ലൈറ്റ്, അതുപോലെ ട്രീസിൻ്റെ ഫീൽഡ്സിലും കാണുന്ന ഷാഡോസ്, നിഴലുകൾ, സൺലൈറ്റിൻ്റെ ഗ്ലിമ്മറിങ്, തിളക്കം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതെല്ലാം കൊണ്ടാണ് ഗേൾ ബ്യൂട്ടിഫുൾ വേൾഡ് ആണെന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സിൻ ബൈ ദ ബോയ്? ആ ബോയ് സിൻ പാപം എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്തിനെയാണ് ബോയ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ് ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി ഈസ് എ സിൻ അക്കോർഡിംഗ് ടു ദ ബോയ്. ബോയ് പറയുന്നത് നമ്മൾ ഭൂമിക്ക് ദോഷകരമാകുന്ന രീതിയിൽ ഇംപെർഫെക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് പാപം സിൻ എന്ന് ബോയ് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദി ഗേൾ ഷുഡ് വി ഡു വെൻ വി വാണ്ട് ടു ഗിവ് അവർ ബെസ്റ്റ്? ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഗേൾ പറയുന്നത്? ഇഫ് വി വാണ്ട് ടു ഗിവ് അവർ ബെസ്റ്റ് വി ഷുഡ് ഡു ഇറ്റ് ഫോർ ദി പീപ്പിൾ വി ലവ്. അങ്ങനെ ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യം കാണിക്കണമെങ്കിൽ ആർക്ക് വേണ്ടി ചെയ്യണം എന്നാണ്? വി ഷുഡ് ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ വി ലവ്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോഴാണ് അത് ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമായി മാറുള്ളൂ. സിക്സ്ത് ക്വസ്റ്റ്യൻ, എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദി ഫാമിലി. വാട്ട് വാസ് ദ ട്രാജഡി? ആ ഫാമിലി ഒരു ബിഗ് ട്രാജഡി, ആ ഫാമിലിയിലുള്ളവരെല്ലാം സ്ട്രക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ആ ട്രാജഡി? ദ ഡെത്ത് ഓഫ് ദ ലിറ്റിൽ ഗേൾ. ആ ലിറ്റിൽ ഗേളിൻ്റെ മരണമാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ബോയ് റിലക്റ്റൻറ്റ് ടു ഗോ ടു ദ സെയിം ഫീൽഡ് വൺസ് അഗെയിൻ? ഒരിക്കൽ കൂടി അനുത്യമായിട്ട് പോയി പടം വരയ്ക്കാൻ ശ്രമിച്ച ആ ഫീൽഡ് ഉണ്ടല്ലോ, അവിടെ പോവാൻ മനസ്സ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മെമ്മറീസ് ഓഫ് ഹിസ് ഡെത്ത് സിസ്റ്റർ ഹോണ്ടഡ് ഹിം. ആ മരിച്ച അവൻ്റെ സിസ്റ്ററിൻ്റെ ഓർമ്മകൾ അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലേ?
എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിസയർ ഇൻ ദ ബോയ്സ് ഹാർട്ട്? ആ ബോയുടെ ഹൃദയത്തിലുള്ള ഡിസയർ, ആഗ്രഹം എന്തായിരുന്നു? To put into the world something which should make the meanest humblest citizen a little happier or better. എന്താണ് ഈ ലോകത്തുള്ള സാധാരണരായിട്ടുള്ള മനുഷ്യർ, ബ്ലസ്ഡ് ആയിട്ടുള്ള സിറ്റിസൺ, അവരെയൊക്കെ ചെറുതായിട്ടെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിയണമെന്നതാണ് അവൻ്റെ ആഗ്രഹം. 9th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കമൻറ്റ് മെയ്ഡ് ബൈ ദ ഓഡിയൻസ് ഓൺ സീയിങ് ദ പിക്ചർ? ആ പിക്ചർ കണ്ടപ്പോൾ ഓഡിയൻസിൻ്റെ കമൻറ്റ് എന്തായിരുന്നു? The audience commented that it is better than all the other pictures done by the boy before. അതെ, ആ ബോയ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ പിക്ചേഴ്സിനേക്കാളും ഒത്തിരി നല്ല ഒരു പിക്ചറായിരുന്നു എന്നായിരുന്നു ഓഡിയൻസിൻ്റെ കമൻറ്റ്. 10th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബോയ് സേ ദാറ്റ് ഹിസ് ഹേർട്ട് എക്ക്ഡ് ആസ് ഹീ ഡിഡ് ദ പിക്ചർ? ആ ഫീൽഡിൽ പിക്ചറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ആ സമയത്ത് എന്താണ് ബോയ് പറയുന്നുണ്ട്, ഹേർട്ടിന് വേദനയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹി തോട്ട് ഓഫ് ഹെർ ലിറ്റിൽ സിസ്റ്റർ ഓൾ ദി ടൈം വൈൽ ഹി വർക്ക്ഡ് ഇൻ ദ ഫീൽഡ്. അതെ, ആ ഫീൽഡിൽ അവന് വർക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവനും അവന് സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു അല്ലേ? അവളെക്കുറിച്ച് ആലോചിക്കായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 11th ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വൺ ഫൈൻഡ് ഹാപ്പിനെസ് ഫോർ വൺസ് ഓൺ സെൽഫ്? ഒരാൾക്ക് അവനവന് തന്നെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? വൺ ക്യാൻ ഫൈൻഡ് ഹാപ്പിനെസ് ഇഫ് ഹീ സീക്സ് ഇറ്റ് ഫോർ അതേഴ്സ്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഹാപ്പിനെസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്. 12th ക്വസ്റ്റ്യൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹെവൻ. എങ്കിൽ അതിനെ സ്വർഗം എന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ? വാട്ട് ഡസ് ദ സ്റ്റേറ്റ്മെൻറ്റ് മീൻ? ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഹാപ്പിനെസ് മിക്സഡ് വിത്ത് പെർഫെക്റ്റ് ലവ് ഈസ് ഹെവൻ. സന്തോഷവും സ്നേഹവും ഒരുമിച്ച് വരുന്നെങ്കിൽ അതിനെയാണ് സ്വർഗമെന്ന് പറയുന്നത് അല്ലേ? കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ആൻസർ എഴുതാം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് നോക്കാം. Let us revisit. Activity 1, ഷോർട്ട് സ്റ്റോറി അനാലിസിസ്. ടെംപ്ലേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്റ്റോറി അനലൈസ് ചെയ്യാനാണ്. എന്തൊക്കെയാണെന്നിട്ട് എഴുതാനുള്ളത്? ഫസ്റ്റ് ടൈറ്റിൽ എഴുതാനുണ്ട്, പിന്നെ ഓതറും എഴുതാനുണ്ട് അല്ലേ? ടൈറ്റിൽ ദ ലൈറ്റ് ഓൺ ദി ഹിൽസ്. ഓതർ ലൂസി ക്ലിഫോർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റിംഗ് ആണ്. അതെന്തെന്ന് വെച്ചാൽ വേർ ഡസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ്? സ്റ്റോറി നടക്കുന്ന സ്ഥലം ഏതാണ്? ദ ഫീൽഡ് ആൻഡ് ദ സറൗണ്ടിങ്സ്. ഫീൽഡും അതിൻ്റെ ചുറ്റുപാടുകളുമാണ് അല്ലേ? നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ്, ആളുകൾ ആരൊക്കെയാണ്? ദി ബോയ്, ഹിസ് ലിറ്റിൽ സിസ്റ്റർ, ഹിസ് മദർ ആൻഡ് ദി ഓഡിയൻസ്. നെക്സ്റ്റ് ക്യാരക്ടറൈസേഷൻ. വാട്ട് ആർ ദ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഓഫ് ഈച്ച് ക്യാരക്ടേഴ്സ്? ഓരോ ക്യാരക്ടേഴ്സ് അവരുടെ പേഴ്സണാലിറ്റി, സ്വഭാവങ്ങൾ, ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് എഴുതാനുള്ളത്. ദി ബോയ്, ബോയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഹാർഡ് വർക്കിംഗ്, ഹാവിങ് ഗുഡ് ഐഡിയാസ്, ടാലൻറ്റഡ്, ആർട്ടിസ്റ്റ്, ലവ് ഫോർ സിസ്റ്റർ. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും, അതുപോലെ ഒത്തിരി ഗുഡ് ഐഡിയാസ് ഉണ്ട്, അതുപോലെ ടാലൻറ്റഡ് ആണ്, ഒത്തിരി കഴിവുള്ള ആളാണ്, ആർട്ടിസ്റ്റാണ്, ചിത്രങ്ങളൊക്കെ വരയ്ക്കൂലേ. അതുപോലെ ലവ് ഫോർ സിസ്റ്റർ, അനിയത്തിയെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ്. അടുത്ത ക്യാരക്ടർ ദി ഗേളാണ്. ഗേൾ എന്തൊക്കെയാണ്? ഗൈഡ്, മോട്ടിവേറ്റർ, വിർച്വസ് ആൻഡ് ലവിങ് സിസ്റ്റർ. നല്ലൊരു ഗൈഡാണ്, മോട്ടിവേറ്ററാണ് അല്ലേ? അതുപോലെ ലവിങ് സിസ്റ്റർ, സ്നേഹമുള്ള സിസ്റ്ററാണ് അല്ലേ? പെങ്ങളാണ്. നെക്സ്റ്റ് തീം. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദി സ്റ്റോറി? തീം എന്ന് വെച്ചാൽ സ്റ്റോറിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലവ്, മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ടു അറ്റൈൻ സക്സസ്. ഒരാൾക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട്, സക്സസ് ആവുന്ന കാര്യത്തിൽ ഒരാൾക്ക് മോട്ടിവേഷൻ, അതുപോലെ ലവ്, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ഇവയുടെ എല്ലാം ഇമ്പോർട്ടൻസും പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നാണ് ഈ സ്റ്റോറിയിൽ വരുന്ന മെയിൻ ഐഡിയ. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ടോണാണ്. ഡിസ്ക്രൈബ് ഹൗ യു ഫെൽറ്റ് റീഡിങ് ദ സ്റ്റോറി. സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നതാണ്. ഇറ്റ് വാസ് റിയലി ഹാർട്ട് ടച്ചിങ് വെൻ വി ഐഡൻറ്റിഫൈ ദ റിയൽ റിലേഷൻഷിപ്പ് ഓഫ് എ ബ്രദർ ആൻഡ് സിസ്റ്റർ. അതെ, ആ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ റിലേഷൻഷിപ്പ്, അവരുടെ സ്നേഹം, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഭയങ്കര ടച്ചിങ് ആണ് അല്ലേ. നെക്സ്റ്റ് ഇമാജറി. വാട്ട് പിക്ചേഴ്സ് കുഡ് യു വിഷ്വലൈസ് ആസ് യു റീഡ് ദ സ്റ്റോറി. നമ്മൾ ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, അതെന്താണെന്നാണ്. എന്തൊക്കെയാണ്? ദ ട്രീസ് ആൻഡ് ഫീൽഡ്സ്, ദ ഡീപ്പ് ഷാഡോസ് ആൻഡ് ദ ഹിൽസ് ബിയോണ്ട്, ദ ഹിൽസ് ദാറ്റ് സീംഡ് ടു റൈസ് അപ്പ് ഓൺ ഓഫ് ദ ഡീപ് The hills that seemed to rise up out of the deep shadow into the light. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഇമേജറീസ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. ഇൻ ഹൂസ് പോയിൻ്റ് ഓഫ് വ്യൂ ഈസ് ദ സ്റ്റോറി ടോൾഡ്. ഈ സ്റ്റോറി ആരാണ് പറയുന്നതെന്ന്, ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണെന്ന്. ദ സ്റ്റോറി ഈസ് ടോൾഡ് ഇൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദി ഗേൾ. ഈ സ്റ്റോറി എന്താണ്, ആ ഗേളിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കോൺഫ്ലിക്റ്റ്. ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഫ്രം ദി സ്റ്റോറി. വിച്ച് ഓഫ് ദം വേർ ഇൻറ്റേർണൽ ആൻഡ് വിച്ച് വേർ എക്സ്റ്റേണൽ. എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അവയാണ് ഇനി എഴുതാനുള്ളത്. ഇൻറ്റേർണലായിട്ടുള്ളത് ഏതാ? ദി ബോയ് ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ടു പെയിൻറ്റ് ദ പിക്ചർ പെർഫെക്റ്റ്ലി. എന്താണ് ആ ബോയ് ആ ചിത്രം പെയിൻറ്റ് ചെയ്യാനായിട്ട് മുഴുവനായിട്ടും പെർഫെക്റ്റായിട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു അല്ലെ, ആത്മവിശ്വാസം ഇല്ലായിരുന്നു ബോയ്ക്ക്. നെക്സ്റ്റ് എക്സ്റ്റേണലായിട്ടുള്ളത് ഏതാ? ദി ബോയ് വാണ്ടഡ് ടു പെയിൻറ്റ് ദ നേച്ചർ പെർഫെക്റ്റ്ലി ബട്ട് വാസ് നോട്ട് ഏബിൾ ടു ഡ്രോ ഇറ്റ്. ബോയ്ക്ക് എന്താണ് പെർഫെക്റ്റായിട്ട് അത് പെയിൻറ്റ് ചെയ്യണമെന്ന് ഉണ്ട്, പക്ഷേ അവനെ കൊണ്ട് കഴിയുന്നില്ല അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. എ ഫ്യൂ ഓഫ് ദ മേജർ ഇൻസിഡൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഈ സ്റ്റോറിയിൽ നടന്നിട്ടുള്ള മേജർ ഇൻസിഡൻറ്റ്സ് എന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ അത് താഴെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട്. പക്ഷേ അത് കംപ്ലീറ്റ് അല്ല അല്ലേ, അതിൻ്റെ ഇടയിൽ ഒത്തിരി സംഭവങ്ങൾ, ഇൻസിഡൻറ്റ്സ് നമ്മൾ എഴുതി ചേർക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ്, ദ ലിറ്റിൽ സിസ്റ്റർ വാച്ച്ഡ് ഹെർ ബ്രദർ പെയിൻറ്റ് ദ പോർട്രേറ്റ്. നെക്സ്റ്റ് ഷീ സജസ്റ്റഡ് എ ഫ്യൂ ചേഞ്ചസ് ടു ദ പിക്ചർ. നെക്സ്റ്റ് എന്താണ്? ദ ലിറ്റിൽ സിസ്റ്റർ അഡ്വൈസ് ഹിം ടു പെയിൻറ്റ് ദ പിക്ചർ ഫോർ സം വൺ ഹി ലവ്ഡ്. നെക്സ്റ്റ്, ദി ബോയ് ഡിസൈഡഡ് ടു പെയിൻറ്റ് ദ പിക്ചർ ഫോർ ഹിസ് സിസ്റ്റർ. അടുത്തത്, എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദെയർ ഫാമിലി. നെക്സ്റ്റ്, ദ ലിറ്റിൽ സിസ്റ്റർ ഡെഡ് സഡൻലി. ദി ബോയ് ഈസ് ഫിൽഡ് വിത്ത് ഗ്രീഫ് അറ്റ് ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ. ഷീ പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ് ബട്ട് നോ വൺ സാറ്റിസ്ഫൈഡ് ഹിം. നെക്സ്റ്റ്, വെൻ ഹി പെയിൻറ്റഡ് ദ പിക്ചർ ഓഫ് ദ ഫീൽഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഹിസ് ഡെഡ് സിസ്റ്റർ. Next one, then he understood perfect love has all the good qualities. Last one, then it is called heaven. ഓക്കെ, ഇതൊന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇതെന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള മെയിനായിട്ട് വരുന്ന, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ സംഭവങ്ങളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ആരോ ഇട്ടിട്ട് താഴെ ആക്കിയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ്, ലെറ്റ്സ് എൻറിച്ച് അവർ വെക്കാബുലറി. ആക്ടിവിറ്റി 1. കംപ്ലീറ്റ് ദി ഫോളോയിങ് ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദി ബോക്സ് ഗിവൺ ബിലോ. താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ, അതിൽ ഒത്തിരി ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അതിന് തന്നെ താഴെ എന്താണ് ഒരു ബോക്സിൽ അവിടെ ഫില്ല് ചെയ്യേണ്ട വേർഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ തന്നിട്ടുള്ള വേർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഈ പാരഗ്രാഫ് ഫില്ല് ചെയ്യാനാണ്. ഓക്കെ, അപ്പം എങ്ങനെ എഴുതാം? ദ ലിറ്റിൽ ഗേൾ ആസ്ക്ഡ് ദ ബോയ് ടു ഡു ഹിസ് വർക്ക് വിത്ത് ഗ്രേറ്റ്. അവിടെ ഏതാ വരുന്നത്? ഡെഡിക്കേഷൻ. എന്താണ് ലിറ്റിൽ ഗേൾ? ആ ഗേള് ബോയ് അടുത്ത് പറഞ്ഞു എന്താണ് വർക്ക് ചെയ്യുമ്പോൾ എന്താ വലിയ ഡെഡിക്കേഷൻ വെച്ചിട്ട് ഒരാൾക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ചെയ്യണമെന്നു അല്ലേ. നെക്സ്റ്റ്, ഷീ ആസ്ക്ഡ് ഹിം ടു സീ ദ. അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? ടു സീ ദ, കാണാൻ വേണ്ടിയിട്ട്. ഗ്ലിമ്മർ ഓഫ് ദ സൺലൈറ്റ്.
എന്ന് വെച്ചാൽ എന്താ, സൺലൈറ്റിൻ്റെ ആ തിളക്കം അത് കാണാൻ വേണ്ടിയിട്ട് പറയാണ്. In nature, we could listen to the rustling of the leaves. In nature, we could also hear the rippling of streams. എന്താണ്, ഇലകളുടെ ശബ്ദങ്ങൾ, അതുപോലെ എന്താ സ്ട്രീംസ്, അരുവികളിലെ ഓളങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹണർ ഫോർ ആർട്ടിസ്റ്റ്സ് ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. എന്താണ് ഈ പ്രകൃതിയുടെ ഭംഗി അതുപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾക്കൊക്കെയുള്ള എന്താണ്, ഒരു ഗ്രേറ്റ് ഹണറാണ്, ഒരു ബഹുമാനകരമായൊരു കാര്യമാണ് അല്ലേ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻ സിൻ ടു റെപ്രസെൻറ്റ് നേച്ചർ ഇംപെർഫെക്റ്റ്ലി. എന്താണ്, നേച്ചറിനെ ഇംപെർഫെക്റ്റ് ആയിട്ട്, അത് കറക്റ്റ് അല്ലാത്ത രീതിയിൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു സിന്നാണ്, പാപമാണെന്നാണ് പറയുന്നത്. ദ ലിറ്റിൽ ബോയ് വാസ് ഇൻ ഗ്രേറ്റ് ഗ്രീഫ് വെൻ ഹി ലേൺഡ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ മരിച്ചല്ലോ അല്ലേ, അത് ആലോചിച്ചിട്ട് എന്തിലായിരുന്നു, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഗ്രീഫ് എന്ന് വെച്ചാൽ ദുഃഖത്തിലായിരുന്നു എന്നാണ്. ദ ബോയ് ഫെൽറ്റ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട് ടു സീസ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് എന്താ, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി. യു ഹാവ് സ്റ്റഡീഡ് ഹൗ ടു യൂസ് പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്സ്. അല്ലെ, നമ്മൾ എന്താ പ്രിഫിക്സ് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ സഫിക്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ മുന്നത്തെ യൂണിറ്റ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. Now identify 8 words from the story which have different suffixes such as ed, ly, ses, full, ness, ing, er and est and est. Separating the root word and the suffix, one is done for you. സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന 8 വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഇ ഡി, എൽ വൈ, എസ് ഒ എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. എന്താണ്, നമ്മൾ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്താണ് എസ് ഒ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അതേസമയം സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അവിടെ നമ്മൾ എസ് ഒ അല്ലെങ്കിൽ ഇ എസ് ഒ ആഡ് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബുക്ക് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗുലർ ആണെങ്കിൽ അവിടെ ബുക്ക് എന്ന് മാത്രമേ യൂസ് ചെയ്യൂ. നേരെ മറിച്ച് പ്ലൂരലാണെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബുക്സ് എന്ന് എസ് ആഡ് ചെയ്ത് ഉപയോഗിക്കും അല്ലേ. ഓക്കെ, ഇനി വേറെ എന്തൊക്കെയാണ്? ഫുൾ, നെസ്, ing, er ആൻഡ് est. ഇവയൊക്കെയാണ് നമ്മൾ സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. എന്താണ് സഫിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നമ്മൾ ഒരു വേർഡിൻ്റെ കൂടെ, വേർഡിൻ്റെ മുന്നിലല്ല, വേർഡ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ. വാച്ചിങ് എന്ന വേർഡിൽ റൂട്ട് വേർഡ് ഏതാണ്? വാച്ചാണ്. അതിൽ യൂസ് ചെയ്ത സഫിക്സ് ing ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ആക്ടിവിറ്റി എന്താണ്? ഈ 8 സഫിക്സസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവ വരുന്ന വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് ഈ കോളത്തിൽ ഇതേപോലെ ഫില്ല് ചെയ്യാനാണ്. റൂട്ട് വേർഡ് ഏതാണെന്ന് എഴുതണം, സഫിക്സ് ഏതാണെന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇതൊക്കെയാണ്. ആൻസേർഡ് എന്ന വേർഡിൽ റൂട്ട് വേർഡ് ആൻസറാണ്, സഫിക്സ് ed ആണ്. നെക്സ്റ്റ് വണ്ടറിങ്, അതിൽ റൂട്ട് വേർഡ് വണ്ടറാണ്, സഫിക്സ് ing ആണ്. നെക്സ്റ്റ് ബാഡ്ലി, റൂട്ട് വേർഡ് ബാഡ്, സഫിക്സ് ly. നെക്സ്റ്റ് വൺ സഡൻലി, അതിൽ റൂട്ട് വേർഡ് സഡൻ, സഫിക്സ് ly. നെക്സ്റ്റ് ലുക്കിംഗ്, അതിൽ വരുന്ന റൂട്ട് വേർഡ് ലുക്കാണ്, സഫിക്സ് ing ആണ്. നെക്സ്റ്റ് റെസ്റ്റഡ്, അതിൽ റൂട്ട് വേർഡ് റെസ്റ്റ് ആണ്, സഫിക്സ് ed ആണ്. അടുത്തത് ബ്യൂട്ടിഫുൾ, അതിൽ വരുന്ന റൂട്ട് വേർഡ് ബ്യൂട്ടി ആണ്, സഫിക്സ് ഫുൾ ആണ്. ഓക്കെ, ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി. ഈ സ്റ്റോറിയിൽ വരുന്ന സെൻറ്റൻസസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി,
It will make them unhappy. It is a sin to do anything which might represent the word imperfectly. Okay, the underlined words take the prefixes un and im respectively to form words opposite in meaning to the root words. ഓക്കെ, ഇതിലും ഈ മുകളിൽ തന്ന രണ്ട് സെൻറ്റൻസിലും രണ്ട് വേർഡ്സ് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. അൺഹാപ്പി ആൻഡ് ഇംപെർഫെക്റ്റ്ലി, ഈ രണ്ട് വേർഡ്സും അല്ലേ. ഈ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? പ്രിഫിക്സ് യൂസ് ചെയ്ത് വന്നിട്ടുള്ള വേർഡ്സ് ആണ് അല്ലേ. ഹാപ്പിക്ക് മുമ്പേ അൺ യൂസ് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ്ലിയുടെ മുന്നേ ഇം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വേർഡ്സിലും അൺ ആൻഡ് ഇം, ഈ രണ്ട് വേർഡ്സും യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ റൂട്ട് വേർഡ് അതിൽ തന്ന ഹാപ്പി അതുപോലെ പെർഫെക്റ്റ്ലി, ഈ രണ്ട് വേർഡും ആണല്ലോ അല്ലേ. ആ രണ്ട് വേർഡിൻ്റെയും ഓപ്പോസിറ്റ് മീനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വേർഡ്സും പ്രിഫിക്സായി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? അൺ അതുപോലെ ഇം, ഈ രണ്ട് വേർഡ്സും യൂസ് ചെയ്താൽ എന്താണ്? ആ റൂട്ട് വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, other prefixes that are often used to form the antonym of the root words are in and dis. ഇതുപോലെ തന്നെ എന്താണ് യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ഏതൊക്കെയാണ്? ഇൻ ആൻഡ് ഡിസ്, ഈ രണ്ട് വേർഡ്സും ഇതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് റൂട്ട് വേർഡ്സ് ആൻഡ് ദെയർ ആൻറ്റോണിംസ് യൂസിങ് ദ പ്രിഫിക്സസ് മെൻഷൻഡ് എബോവ്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 വേർഡ്സ് വിത്ത് ഈച്ച് പ്രിഫിക്സ്. ഇപ്പോൾ നമ്മൾ 4 പ്രിഫിക്സ് പറഞ്ഞു അല്ലേ. അൺ, ഇം, ഇൻ, ഡിസ്. ഈ 4 പ്രിഫിക്സും വരുന്ന വേർഡ്സും എഴുതാനാണ്. 5 എക്സാമ്പിൾസ് എങ്കിലും എഴുതണം. ഓക്കെ, ഫസ്റ്റ് അൺ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ റൂട്ട് വേർഡ് വരുന്നത് ഏബിളാണ്. ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിയുമെന്ന്, അതിന് ഓപ്പോസിറ്റ് മീനിങ് ആണ് അപ്പുറത്ത് വരുന്നത് അണേബിൾ, കഴിയില്ല എന്ന്. നെക്സ്റ്റ് ലോക്ക്, അൺലോക്ക്. എന്താണ്? ലോക്കാണ് അൺലോക്കാണ് എന്ന് പറയുമല്ലോ അല്ലേ. നെക്സ്റ്റ് നോൺ, അൺനോൺ. നോൺ എന്ന് പറഞ്ഞാൽ അറിയും, അറിയില്ല. നെക്സ്റ്റ് ഫോർച്യൂൺ, അൺഫോർച്യൂൺ. ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഭാഗ്യം, നിർഭാഗ്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇം വരുന്ന വേർഡ്സ് ആണ്. മോർട്ടൽ, ഇമ്മോർട്ടൽ, പ്യുവർ, ഇംപ്യുവർ, പൊളൈറ്റ്, ഇംപൊളൈറ്റ്, പേഷ്യൻ്റ്, ഇംപേഷ്യൻ്റ്. ഇനി നെക്സ്റ്റ് ഇൻ വരുന്നത് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, സെക്യൂർ, ഇൻസെക്യൂർ, ആക്ഷൻ, ഇനാക്ഷൻ, അപ്രോപ്രിയേറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ്. നെക്സ്റ്റ് ഡിസ് വരുന്നത് ബിലീഫ്, ഡിസ്ബിലീഫ്, ക്ലോസ്, ഡിസ്ക്ലോസ്, എഗ്രി, ഡിസഗ്രി, കണക്റ്റ്, ഡിസ്കണക്റ്റ്. Next, activity 4. Look at the following sentence from the story. The little sister went to and stood by him watching while he painted. എന്താണ് ഈ സ്റ്റോറിയിൽ വരുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. ഇതിൽ ദി അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ എബോവ് സെൻറ്റൻസ് ആർ ആക്ഷൻ വേർഡ്സ് ആൻഡ് ദേ ആർ ഇൻ ദ പാസ്റ്റ് ടെൻസ് ഫോം. ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടില്ല ഈ 3 വേർഡ്സും എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ് അവ. ഏത് ഫോമാണ്? വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് അവ അല്ലേ. റീഡ് ദ ടെക്സ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദ ആക്ഷൻ വേർഡ്സ് മേക്ക് ദെയർ പാസ്റ്റ് ഫോം ഫ്രം ദ റൂട്ട് വേർഡ്. ഡു യു സീ എനി ഫിക്സഡ് പാറ്റേൺ ഇൻ ഫോമിങ് ദ പാസ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ മെജോറിറ്റി ഓഫ് വേർഡ്സും. ഇതാണ് മെജോറിറ്റി ഓഫ് വേർഡ്സിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്ന വേർഡ്സ്. അങ്ങനത്തെ വേർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, മെജോറിറ്റി ഓഫ് വേർഡ്സ് ഫോം ദ പാസ്റ്റ് ബൈ ആഡിങ് ഇ ഡി അറ്റ് ദെയർ എൻഡ്. ഇതാണ് മെജോറിറ്റി ഓഫ് വേർഡ്സ് പാസ്റ്റ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ലാസ്റ്റിൽ ഇ ഡി ആഡ് ചെയ്തിട്ടാണ് അല്ലേ. സച്ച് വേർഡ്സ് ആർ കോൾഡ് റെഗുലർ വേർബ്സ്. ഇങ്ങനെയുള്ള വേർബ്സിനെ നമ്മൾ റെഗുലർ വേർബ്സ് എന്നാണ് പറയുന്നത്. ഗിവ് 5 എക്സാമ്പിൾസ് ഫോർ സച്ച് വേർബ്സ് ഫ്രം ദി ടെക്സ്റ്റ്. എന്താണ് 5 എക്സാമ്പിൾസ്? ഇതുപോലെ വരുന്ന വേർബ്സിന് 5 എക്സാമ്പിൾസ് എഴുതാനാണ്. എന്തൊക്കെ എഴുതാം? ആൻസേർഡ്, ട്രൈഡ്, റെസ്റ്റഡ്, എക്കോയിഡ്, ആസ്ക്ഡ്. ഇനി എന്താ? വാട്ട് ഡു യു കോൾ വേർബ്സ് വിച്ച് ഡു നോട്ട് ഫോളോ ദിസ് പാറ്റേൺ? ഈ പാറ്റേൺ ഫോളോ ചെയ്യാത്ത വേർബ്സിന് നമ്മൾ എന്താ വിളിക്കുന്നത്? വേർബ്സ് വിച്ച് ഡോണ്ട് ഫോളോ ദിസ് പാറ്റേൺ ആർ കോൾഡ് ഇറഗുലർ വേർബ്സ്. എന്താണ്?
അവയെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്നാണ്. നോ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് സച്ച് വേർബ്സ് ഫ്രം ദി സ്റ്റോറി. ഇനി എന്താണ്, ഇതുപോലെയുള്ള ഇറഗുലർ ആയിട്ടുള്ള വേർബ്സ് ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ്. ഓക്കെ, എന്തൊക്കെ എഴുതാം? വെൻറ്റ്, സ്റ്റുഡ്, മൈറ്റ്, സ്ട്രക്ക്, കെയിം, ന്യൂ, സ്പോക്ക്. ഇവയൊക്കെ ഇറഗുലർ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗോ എന്ന വെർബിന് പാസ് ഫോം വരുന്നത് വെൻ്റാണ് അല്ലേ? അപ്പോൾ ഒരു മാച്ചും ഇല്ലാതെയാണ് അതിൻ്റെ പാസ് ഫോംസ് വരുന്നത്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.